നമ്മൾ ജീവിതത്തിൽ പ്രതികരണങ്ങളിൽ നിന്ന് തിരിച്ചറിവിലേക്കാണ്, തിരിച്ചറിവിൽ നിന്ന് സമാധാനത്തിലേക്കാണ്. ഗീത കാണിച്ചു തരുന്ന വഴിയിലൂടെ സമാധി സ്പർശം ഗീത വായിക്കാൻ മാത്രമല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഗീതയുടെ ലക്ഷ്യം യുദ്ധം വിജയിപ്പിക്കലല്ല, മനസ്സിനെ ജയിപ്പിക്കലാണ്. സമാധി സ്പർശം ഗീത കാണിച്ചു തരുന്ന വഴി. നമ്മളെല്ലാവരും ജീവിതത്തിൽ സമാധാനം അന്വേഷിക്കുന്നവരാണ്. സമാധാനം എന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമാണോ എന്നാണ് ചോദ്യം. ഉത്തരം അല്ല എന്ന് തന്നെയാണ്. ഭഗവത്ഗീത പറയുന്നത് സമാധാനം എന്നത് പ്രശ്നങ്ങളില്ലാത്ത സമയമല്ല, പ്രശ്നങ്ങളുടെ ഇടയിൽ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ, സമാധാനം മനസ്സിൽ വരുമ്പോൾ ഒരു പരിവർത്തനം നടക്കുകയാണ്. അതെങ്ങനെ നേടിയെടുക്കാമെന്നുള്ളതാണ്. അർജുനൻ്റെ മനസ്സ് യുദ്ധഭൂമിയിൽ തകർന്നു പോയപ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തിന് ആയുധം നൽകുകയല്ല ചെയ്തത്, ജ്ഞാനമാണ് നൽകിയത്. ഭഗവത്ഗീത കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും യോഗമാണ്. ജീവിതം കാണുന്ന രീതിയാണ് മാറ്റിയത്. അതുകൊണ്ടാണ് ഗീതയുടെ ലക്ഷ്യം യുദ്ധം ജയിക്കുക എന്നല്ല, സ്വയം ജയിക്കുക എന്നുള്ളതാണ്. സമാധി സ്പർശം ഗീതയെ വായിക്കുന്ന ഒരു ക്ലാസ് അല്ല, ഗീതയെ ജീവിതത്തിൽ അനുഭവിപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ഇത് നമ്മെ നയിക്കുന്നത് പ്രതികരണങ്ങളിൽ നിന്ന് ആത്മപരിശോധനകളിലേക്കാണ്, ആത്മപരിശോധനകളിൽ നിന്ന് ആത്മതിരുത്തലുകളിലേക്കാണ്, ആത്മതിരുത്തലുകളിൽ നിന്ന് മൗനത്തിലേക്കാണ്, മൗനത്തിൽ നിന്ന് ആത്മാനുഭൂതിയിലേക്കാണ്, ആത്മാനുഭൂതിയിൽ നിന്ന് ജ്ഞാനത്തിലേക്കാണ്, അങ്ങനെ ജ്ഞാനത്തിൽ നിന്ന് സമാധിയിലേക്കാണ്. ധ്യാനം, പ്രാണായാമം, സത്സംഗ്, സംവാദം, ഇതൊക്കെ ഭഗവത്ഗീതയുടെ പ്രായോഗികമായ തലങ്ങൾ മനസ്സിലാക്കി തൊട്ടുണർത്താൻ, ജീവിത ദർശനം മനസ്സിലാക്കാൻ, ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു അനുഭവമാക്കി തീർക്കാൻ സമാധി സ്പർശം എൻ്റെ കൂടെ ഒരു ആത്മീയ ശില്പശാല. ഗീതയുടെ വെളിച്ചത്തിൽ ജീവിതത്തെ പുതുതായി കാണാനും മനസ്സിനെ മനസ്സിലാക്കാനും ആത്മാവിലേക്ക് യാത്ര ആരംഭിക്കാനും നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂരിൽ 2026 ഓഗസ്റ്റ് 18 രാവിലെ 10 മണി മുതൽ 4 മണി വരെ, ഉച്ചയ്ക്കൊരു 2 മണിക്കൂർ ഭക്ഷണത്തിനുള്ള സമയം, പരിമിതമായ ആൾക്കാർക്ക് മാത്രം. നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഫ്ലെയറിൻ്റെ കൂടെ ഉണ്ട്. സമാധി സ്പർശം എന്ന പരിപാടിയിൽ ആത്മാവിനെ വളരെ ചുരുക്കത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ചെറിയൊരു ട്രാൻസ്ഫർമേറ്റീവ് പ്രോഗ്രാം, അതാണ് ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം.